നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് ജയിച്ചവർക്ക് 2 വർഷം കൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസിൽ ഡിപ്ലോമ നേടാൻ അവസരം. കേരള ഗവൺമെൻറ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ കോഴ്സുകൾ നടത്തുന്നത്. അതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 1020 സീറ്റുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2020 ജൂൺ 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. താല്പര്യമുള്ള കൂട്ടുകാർക്ക് കൂടെ അയച്ചു കൊടുക്കുക. അവർക്കും ഇതിനുള്ള അവസരം ലഭിക്കട്ടെ. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 10ാം ക്ലാസ് ജയിച്ചവർക്കാണ് ഈ കോഴ്സിലേക്ക് ചേരാൻ അവസരം. കോഴ്സിൻ്റെ പേര് ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നുള്ളതാണ്. ഇതിലേക്ക് കേരള ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള അതിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെയാണ് ഈ കോഴ്സുകൾ നടത്തുക. ആകെ ഇതിലേക്ക് 1020 സീറ്റുകളാണുള്ളത്. സ്ഥലം ഞാൻ പറയാം. ഈ 17 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, പുനലൂർ, ആലപ്പുഴ, ഏറ്റുമാനൂർ, പാല, കാഞ്ചിയാർ, അത് ഇടുക്കി ജില്ലയാണ്. എറണാകുളം, അതുപോലെ കോതമംഗലം, പോത്താനിക്കാട്, അതും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. പാലക്കാട്, കല്ലാച്ചി കോഴിക്കോടാണ്. കൊയിലാണ്ടി, മഞ്ചേരി, മീനങ്ങാടി വയനാടിലാണ്. തളിപ്പറമ്പ്, അത് കണ്ണൂരിലാണ്. കണ്ണപുരം, അതും കണ്ണൂരിലാണ്. മാള, അങ്ങനെ 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ കോഴ്സിലെ സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, അതിൻ്റെ വേർഡ് പ്രോസസ്സിംഗ് ആണ് പഠിക്കാനുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ്, അത് KGCE ഹയർ ഗ്രേഡ് തന്നെയാണ്. മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ്, അത് ലോവർ ഗ്രേഡാണ്. DTP ഇംഗ്ലീഷ്, DTP മലയാളം, ബിസിനസ് കറസ്പോണ്ടൻസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, പൈത്തോൺ പ്രോഗ്രാമിംഗ്, ഇതെല്ലാം ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഉയർന്ന പ്രായപരിധിയിലുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ്സിലെ ഗ്രേഡ് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് തയ്യാറാക്കി സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. കേരള ഗവൺമെൻറ് നൽകുന്ന സംവരണം ഇവിടെയും ബാധിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പ്രോസ്പെക്ടസും ഒക്കെ നമുക്ക് polyadmission.org/GCI എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പോൾ സൈറ്റിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓരോക്കെ എത്ര സീറ്റുകളാണുള്ളത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ലഭ്യമാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ polyadmission.org/GCI എന്ന സൈറ്റ് വഴി 2020 ജൂൺ 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 50 രൂപ മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒന്നിലേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷിക്കാൻ കാര്യം വേണ്ടി നിങ്ങൾ ചോയ്സ് കൊടുത്താൽ മതി, ഓപ്ഷൻസ് കൊടുത്താൽ മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ ഈ എല്ലാ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാനും അവിടെ നേരിട്ട് അപേക്ഷിക്കാനും സഹായിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുള്ളൊരു അവസരം പരമാവധി വിനപ്പെടുത്തുക. 2025 ജൂൺ 30 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വർഷം കൊണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന ഡിപ്ലോമ നേടാനായിട്ടുള്ള അവസരമുണ്ട്. വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. polyadmission.org/GC എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ജൂൺ 30 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു.